നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോരാളി ഷാജി ഈ പേര് കേൾക്കാത്തവരായിട്ടുള്ള മലയാളികൾ വളരെ കുറവാണ്. ആരാണ് ഈ പോരാളി ഷാജി എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. CPM സൈബർ പോരാളികളുടെ മുഖമായി ഒരു കാലത്ത് കൊട്ടിഘോഷിച്ച പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു. സമീപകാലത്ത് പോരാളി ഷാജി പാർട്ടിയെയും നേതാക്കളെയും വെട്ടിലാക്കുന്ന പോസ്റ്റുകളിട്ട് തിരുത്തൽ ശക്തിയാകാൻ നോക്കിയതോടുകൂടി പാർട്ടി തന്നെ വടിയെടുത്തു. എന്തായാലും ഇപ്പോൾ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. പേജിന്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച 2 മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് ആണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വടകരയിലെ കാഫിർ പ്രയോഗം സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് പോരാളി ഷാജി ആരെന്ന് പോലീസ് അന്വേഷിച്ചത്. CPMനെ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ കടന്നൽ കൂടുണ്ടാക്കുന്ന പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ഉത്തരവാദികളെന്ന് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിമർശനം ഉന്നയിച്ചത് വലിയ ചർച്ചയായിരുന്നു. പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും അധികാരത്തിന്റെ സുഖസൗകര്യത്തിൽ ജനതയെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണെന്നും പോരാളി ഷാജി തന്നെ തിരിച്ചടിച്ചിരുന്നു. CPM നേതാവ് PK കുഞ്ഞനന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പാനൂരിൽ ചേർന്ന അനുസ്മരണ യോഗത്തിലാണ് MV ജയരാജൻ സൈബർ പോരാളികൾക്കെതിരെ ആദ്യം രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സാമൂഹിക മാധ്യമത്തിലെ പല ഗ്രൂപ്പുകളെയും വിലയ്ക്ക് വാങ്ങിയതാണ് എന്നാണ് ജയരാജൻ പറഞ്ഞത്. പോരാളി ഷാജി, ചെങ്കോട്ട, അതുപോലെ തന്നെ ചെങ്കതിർ തുടങ്ങിയ പേരുകളും എടുത്തു പറഞ്ഞിരുന്നു. വൈകാതെ കടുത്ത വിമർശനവുമായി പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ CPMനെതിരെ പോസ്റ്റ് വന്നിരുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല, വാങ്ങുകയുമില്ല. പൈസ വാങ്ങി കുനിങ്ങി നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുമില്ല. നേതാക്കൾ ദന്തഗോപുരത്തിൽ നിന്നിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിനു പറ്റിയില്ലെങ്കിൽ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു കുറിപ്പിന്റെ ചുരുക്കം. പിന്നാലെയാണ് MV ജയരാജൻ വ്യാഴാഴ്ച പത്രസമ്മേളനം നടത്തിയത്. പോരാളി ഷാജി എന്ന പേരിൽ എത്ര പേജുകളുണ്ട്? യഥാർത്ഥ പോരാളി ഷാജിയാണോ അതോ വ്യാജനാണോ എന്ന് നമുക്കറിയില്ല. അതിന്റെ അഡ്മിൻ ആരാണ്? അയാൾ പുറത്തു വരട്ടെ. LDFന് അനുകൂലമാണ് ഇവരുടെ നിലപാടെങ്കിൽ ആരാണെന്ന് തുറന്നു പറയാൻ എന്താണ് ഇത്ര മടിയെന്ന് അഡ്മിനോട് ചോദിക്കുകയായിരുന്നു. എന്റെ വാർത്താ സമ്മേളനം കാണുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ പുറത്തു വരണം. ധൈര്യത്തോടുകൂടി പറയണം പോരാളി ഷാജി ആരാണെന്ന്. ഒരു പോരാളി ഷാജിയെ കുറിച്ചും പാർട്ടിക്ക് അറിവില്ല. ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുള്ള പോസ്റ്റുകളല്ല പലപ്പോഴും കൊടുക്കുന്നത്. കൊണ്ടോട്ടി സഖാക്കൾ എന്ന പേരിൽ ഒറിജിനലുമുണ്ട്, വ്യാജനുമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യാജനിൽ പാർട്ടി വിരുദ്ധമായ പോസ്റ്റുകൾ വരുന്നുണ്ട്. സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങൾക്ക് വഴി കഴിയുന്നില്ല. ഇതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്നും ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. പിണറായി സർക്കാർ 2ാം വട്ടം അധികാരത്തിലേറിയതോടുകൂടി അനുബന്ധിച്ചാണ് പോരാളി ഷാജി ചർച്ചാ വിഷയമായത്. പോരാളി ഷാജി പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന തിരിച്ചറിവിലാണ് ആ ചോദ്യം ഉയർന്നത്. മന്ത്രിമാരെ തീരുമാനിച്ച പാർട്ടി നടപടി ചോദ്യം ചെയ്താണ് ഷാജിക്കെതിരെ അന്ന് എതിർപ്പ് ഉയരാൻ കാരണം. പോരാളി ഷാജി നിഗൂഢമായ അജ്ഞാത സംഘമാണ് എന്ന മുന്നറിയിപ്പുമായി DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം രംഗത്ത് വന്നതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ എതിർത്തും അനുകൂലിച്ചും ചർച്ച മുറുകിയിരുന്നു. എന്തായാലും ഇപ്പോൾ പോരാളി ഷാജിയെ പൊക്കിയിരിക്കുകയാണ് പോലീസ്.